ഇന്നത്തെ ക്ലാസ്സിൽ ഡയോഡുകളെക്കുറിച്ച് പഠിക്കാം. കൂടാതെ അത് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും നോക്കാം. എന്താണ് ഡയോഡ്? ഡയോഡ് എന്നാൽ AC-യെ DC ആക്കാൻ ഉപയോഗിക്കുന്ന കമ്പോണൻ്റാണ് ഡയോഡ്. ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ഇത് നിർമ്മിക്കുന്നത് ഡോപ്പിംഗ് എന്ന കാര്യമാണ് ഇത് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി സെമി കണ്ടക്ടർ പദാർത്ഥങ്ങളായ സിലിക്കൺ, ജെർമേനിയം ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഉപയോഗിക്കുന്നത്. ആദ്യമായി സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ വൈദ്യുതിയെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന പദാർത്ഥങ്ങളെയാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതിലേക്ക് കുറച്ച് പോസിറ്റീവ് ചാർജുകൾ മാത്രം കടത്തിവിടുന്ന ബോറോൺ, ഗാലിയം, ഇൻഡിയം ഇതിലേതെങ്കിലും ഒരു പദാർത്ഥം എടുത്തതിന് ശേഷം ഡോപ്പിംഗ് ചെയ്യുന്നു. ഡോപ്പിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം സെമി കണ്ടക്ടർ പദാർത്ഥം എടുക്കുന്നു. അതിലേക്ക് സിലിക്കൺ പ്ലസ് നമുക്ക് ഇൻഡിയം ചേർത്ത് നോക്കാം. പോസിറ്റീവ് മാത്രം കിട്ടുന്ന ഇൻഡിയം ചേർക്കുമ്പോൾ അത് പോസിറ്റീവ് മാത്രം കിട്ടുന്ന പി ടൈപ്പ് കമ്പോണൻ്റായി മാറുന്നു. ഇനി അതിലേക്ക് സിലിക്കോൺ പ്ലസ് നെഗറ്റീവ് മാത്രം കിട്ടുന്ന ആർസെനിക്, ആൻറ്റിമണി അതിലേതെങ്കിലും ഒന്ന് എടുക്കും. ആർസെനിക് എടുക്കുന്നു നോക്കാം. അപ്പോൾ ഇത് N ടൈപ്പ് മാത്രം കിട്ടുന്ന സെമി കണ്ടക്ടറായി മാറുന്നു. ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് വയ്ക്കുന്നതാണ് ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡിൽ P, ഒരു സൈഡിൽ N. ഇതിനെ PN ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. PN ജംഗ്ഷൻ. അപ്പോൾ ഡയോഡിനെ സിമ്പൽ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഡയോഡിൻ്റെ സിമ്പൽ. ഡയോഡിൻ്റെ ഒരു സൈഡ് ആനോഡ് പോസിറ്റീവ് സൈഡ് ആനോഡെന്നും നെഗറ്റീവ് സൈഡ് കാഥോഡെന്നുമാണ് പറയുന്നത്. കാഥോഡ്. ഡയോഡിൻ്റെ വരയ്ക്കുന്നത് വെച്ചാൽ ഒരു ഭാഗത്ത് കട്ടുള്ള ഭാഗം കാഥോഡ്, ലെഫ്റ്റ് സൈഡ് ആനോഡ്. ലെഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സൈഡിൽ കുറച്ച് മാർക്ക് കാണും, ഷെയ്ഡ്, ഒരു വൈറ്റ് സ്പോട്ടോ എന്തെങ്കിലും കാണും. ആ ഭാഗമാണ് കാഥോഡ്. ആനോഡ് മാർക്കൊന്നും കാണത്തില്ല. അത് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം അപ്പോൾ മനസ്സിലാകും. ഇനി ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് ഡയോഡ്. ഡയോഡിൻ്റെ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിൽ കണ്ടോ കുറേ ഷെയ്ഡ് കാണും, ഷെയ്ഡ് പോലെ വൈറ്റ് ഷെയ്ഡ്. എല്ലാ ഇതുപോലത്തെ ഡയോഡിലും ഷെയ്ഡ് കാണണമെന്നില്ല. ഇനി ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി മൾട്ടിമീറ്റർ, എൻ്റെ കയ്യിലുള്ള അനലോഗ് മൾട്ടിമീറ്ററാണ്. അതിൽ പ്രോബ് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം *100 സെലക്ട് ചെയ്യുന്നു. എന്നതിന് ശേഷം പ്രോബ് രണ്ടും കൂടി ഷോർട്ട് ചെയ്ത് 0 ഓം അഡ്ജസ്റ്റ് ചെയ്യുക. 0 വോൾട്ട് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ കറക്റ്റ് വാല്യൂ കിട്ടത്തില്ല. അതിനു വേണ്ടിയാണ് 0 അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 0 അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഡയോഡിലും അതിൽ കണക്ട് ചെയ്യുക. ഡയോഡിലേക്ക് ബ്ലാക്ക് പോസിറ്റീവും റെഡ് നെഗറ്റീവുമാണ്. ബ്ലാക്ക് പോസിറ്റീവ് ഒരു ഡയോഡ് എടുക്കുന്നു. ഡയോഡ് എടുത്തതിന് ശേഷം ബ്ലാക്ക് പ്രോബ് നെഗറ്റീവിലേക്കും ബ്ലാക്ക് പോസിറ്റീവ് റെഡ് നെഗറ്റീവ് അപ്പോൾ ഇത് കാണാൻ കഴിയും, കണ്ടിന്യൂറ്റി കാണിക്കും. ഇതിന് ശേഷം റെഡ് പ്രോബ് പോസിറ്റീവിലും ബ്ലാക്ക് നെഗറ്റീവിലും കണക്ട് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കത്തില്ല. അപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം വൈദ്യുതിയെ കടത്തിവിടുന്നത് നല്ല ഡയോഡുകളാണെന്ന് പറയാം. അതായത് ഒരു സൈഡ് മാത്രമേ കണ്ടിന്യൂറ്റി കാണത്തുള്ളൂ. ഇപ്പോൾ റെഡ്, ബ്ലാക്ക് ആണെങ്കിൽ
ഈ ഡയോഡുകളിൽ ബ്ലാക്ക് പ്രോബ് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ്, മറ്റേ പ്രോബ് നെഗറ്റീവ്. ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കും. അതിനുശേഷം റെഡ് പോസിറ്റീവിലേക്കും ബ്ലാക്ക് നെഗറ്റീവിലേക്കും കാണിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി കാണിക്കത്തില്ല. അതിനാൽ ഈ ഡയോഡ് നല്ലതാണെന്ന് പറയാം.